ഹലോ വെൽക്കം ബാക്ക് ടു സെലം ലേണിംഗ്. ജെസി ആണ്, ജിതിൻ സാറാണ് സംസാരിക്കുന്നത്. സോ സാറിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിൻ എക്സാമിനേക്ക് സോഷ്യൽ സയൻസിന്റെ ഭാഗത്തു നിന്നും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളാണ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. മകളെ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. കാരണം ഇത് ഓരോ ചാപ്റ്ററിനും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്ത് ചെയ്യുന്നത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം തന്നെ പറയാനുള്ളൊരു കാര്യം, ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് പറയാനുള്ളത്, മകളെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ നിർബന്ധമായിട്ട് ചാനൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ ആൾക്കാരും ഒന്ന് പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. അത് എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ, മകളെ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസുകൾ, നിങ്ങൾക്ക് ഇനി ഒരുപാട് ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ലഭിക്കാനുണ്ട്. കാരണം നിങ്ങൾക്കറിയാലോ, വലിയൊരു അക്കാഡമിക് ഇയർ നിങ്ങൾക്ക് മുൻപിലേക്കുണ്ട്. സോ ആ സമയത്ത് ഓരോ സമയത്ത് നിങ്ങൾക്ക് വേണ്ട ആ ഇൻഫർമേഷനുകൾ കൃത്യസമയത്ത് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ചാനൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. എല്ലാ ആൾക്കാരും ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് നോക്കാം. മകളെ, ഞാനൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞോ ഏത് ചാപ്റ്റർ ആണെന്നൊക്കെ പറഞ്ഞു. മകളെ, ക്വസ്റ്റ്യൻ ഇതാണ്: Describe the contributions of Rajaram Mohan Roy and the Pandita Ramabai in the field of social reform in India. ഇന്ത്യയുടെ സാമൂഹിക പരിഷ്കരണ രംഗത്ത് രാജാറാം മോഹൻ റോയും പണ്ഡിത രമാബായും എന്നിവരുടെ സംഭാവനകൾ വിലയിരുത്തുക അല്ലെങ്കിൽ വിവരിക്കുക. അപ്പോൾ നിങ്ങൾ നോക്കണം, രാജാറാം മോഹൻ റോയെ കുറിച്ച്, പണ്ഡിത രമാബായിയെ കുറിച്ച് നമ്മൾ എവിടെയാണ് ഡിസ്കസ് ചെയ്യുന്നത്? മക്കളെ, ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, ഏതാണ്? ടുവേർഡ്സ് ദ എമർജൻസ് ഓഫ് നാഷണൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ടല്ലേ, രണ്ടാമത്തെ ചാപ്റ്റർ, ദേശീയ പ്രസ്ഥാനത്തിന്റെ ആവിർഭാവത്തിലേക്ക് എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. ഒരു വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ ആ ചാപ്റ്ററിനകത്ത് ഞാൻ ഈ കാണിച്ചിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ മക്കളെ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ പോകാവൂ. കാരണം ആ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്. കാരണം ഒരുപാട് സോഷ്യൽ റിഫോമേഴ്സിനെ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കളെ ആ ചാപ്റ്ററിനകത്ത് പറയുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ടാൾക്കാരാണ്, ഒന്ന് രാജാറാം മോഹൻ റോയും അതേപോലെ തന്നെ പണ്ഡിത രമാബായി കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവരെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് നോക്കാം. ഫസ്റ്റ് വൺ, നിങ്ങൾക്കറിയാലോ, സോഷ്യൽ റിഫോം മൂവ്മെന്റ് ആണ്. അന്നത്തെ കാലത്ത് ഒരുപാട് സോഷ്യൽ ഈവിൾസ്, സാമൂഹിക അനാചാരങ്ങൾ ഉണ്ടായിരുന്നു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലേക്ക് ഒരു സോഷ്യൽ റിഫോം മൂവ്മെന്റ്സ് അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ഇന്ത്യക്കകത്ത് എന്ത് ചെയ്യുന്നത്, ഉയർന്നു വരുന്നത്. അത് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കിയാൽ അതിനകത്ത് നേതൃത്വം കൊടുത്ത ആളാണ് നമ്മുടെ പ്രധാനപ്പെട്ട രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. ഫാദർ ഓഫ് ഇന്ത്യൻ റിനൈസൻസ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരാണ്? ഈ രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയെ കുറിച്ച് നമുക്ക് അറിയാം, അദ്ദേഹം സതിക്കെതിരെയാണ്, ഏറ്റവും മെയിനായിട്ട് സതിക്കെതിരെയൊക്കെ പ്രവർത്തിച്ച ആളാണ് ആര്? രാജാറാം മോഹൻ റോയ്. അപ്പോൾ നോക്ക് മക്കളെ, ഈ രാജാറാം മോഹൻ റോയിയുടെ ജനനവും സാധനങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ട് നിങ്ങൾ കാണാം. രാജാറാം മോഹൻ ജനിച്ചതൊക്കെ തന്നെ ബംഗാളിലാണ്. അദ്ദേഹം ബംഗാളിലാണ് ജനിക്കുന്നത്. അദ്ദേഹത്തിന് മെയിനായിട്ട് ഇതുപോലെ തന്നെ ഹിന്ദുയിസത്തിലും ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും ജുഡായിസത്തിലും ഒക്കെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു ഉള്ളത് അറിയാം. അദ്ദേഹം ഒരു മൾട്ടി ലിംഗ്വൽ സ്കോളർ ആയിരുന്നു എന്നുള്ള അറിയാം അല്ലേ. ഒരു ബഹുഭാഷ പണ്ഡിതൻ കൂടിയാണ് ആര്? ഈ ഒരു രാജാറാം മോഹൻ റോയ്. മകളെ, ഈ രാജാറാം മോഹൻ റോയ് എന്തൊക്കെയാണ് നമുക്ക് പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനത്തെ ഒരു ടേബിൾ ഉണ്ട്. ഇതാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്. മകളെ, സിമ്പിൾ ആണ്. ഇത് കണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരിക്കലും പേടിക്കണ്ട. സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. നോക്കിയോ, കുറച്ച് സാധനങ്ങൾ നോക്കിയോ, ഇത്രയും പഠിച്ചത് ഞാൻ എന്ത് പറഞ്ഞുതരാം, നിങ്ങൾ നോക്കിയോ, എല്ലാവരും നോക്കിയോ. ചില സാധനങ്ങളൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ചിലതിനൊക്കെ അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് എതിർത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ, അദ്ദേഹം മെയിനായിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, ചില സാധനങ്ങൾ അദ്ദേഹത്തെ എന്ത് ചെയ്തു, അബോളിഷ് ചെയ്തു അല്ലെങ്കിൽ അത് ഒഴിവാക്കാൻ ശ്രമിച്ചു. എന്തൊക്കെയാണ് അദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചത്? എന്തൊക്കെയാണ് മക്കളെ? ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സതി എന്ന് പറഞ്ഞ സോഷ്യൽ ഇവന്റ് ഉണ്ടല്ലോ, സതിക്ക് എതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോ, മെയിനായിട്ട് അദ്ദേഹം സതി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട സോഷ്യൽ ഈവിളിനെ, സതി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സോഷ്യൽ ഈവിൾ അല്ലെങ്കിൽ സാമൂഹിക അനാചാരത്തിന് എന്ത് ചെയ്തു, അദ്ദേഹം എതിർത്തു. അപ്പോൾ നോക്ക്, ഹി പ്ലേഡ് എ ക്രൂഷ്യൽ റോൾ ഇൻ അബോളിഷിംഗ് സതി അല്ലേ. ഈ സതി എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഈ ഒരു സാമൂഹിക വിപത്തിന് എതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പോരാടിയിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് കേട്ടോ. സതിക്കെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം പോരാടിയിട്ടുണ്ട് ഇല്ലേ. അതേപോലെ തന്നെ നമുക്ക് നോക്കിയോ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ എസ്റ്റാബ്ലിഷ് ചെയ്തതിലൊന്നാണ് ഈ ഒരുപാട് സ്കൂളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, സ്ഥാപിച്ചിട്ടുണ്ട്. ഒരുപാട് സ്കൂളുകൾ അല്ലേ, സ്റ്റാർട്ടഡ് മെനി സ്കൂൾസ് ഫോർ ടു ഇമ്പാർട്ട് മോഡേൺ എഡ്യൂക്കേഷൻ അല്ലേ. ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ ചില സ്കൂളുകൾ എന്ത് ചെയ്തു, അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിനകത്ത് അദ്ദേഹം കുറച്ച് സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചില സ്കൂൾസ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുവന്നിട്ടുണ്ട്. റെഡി. ഇനി നിങ്ങൾ നോക്ക്, അടുത്തത് ദേ പിടിച്ചോ. അടുത്തത് അദ്ദേഹം എന്താണെന്നുള്ളത്, അദ്ദേഹം ഒരു ബ്രഹ്മ സമാജ് എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഇതുപോലെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ബ്രഹ്മ സമാജ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ബ്രഹ്മ സമാജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രഹ്മ സമാജ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റെഡി. അതുകൂടാതെ നിങ്ങൾ നോക്ക്, അദ്ദേഹം മെയിനായിട്ട് അന്നത്തെ കാലത്തെ സോഷ്യൽ ഈവിൾസ് ആയിട്ടുള്ള ചൈൽഡ് മാരേജ്, അതുപോലെ തന്നെ പൊളിഗമി, അതുപോലെ തന്നെ ഈ പറയുന്ന ഇതിനെതിരെയൊക്കെ എന്ത് ചെയ്തു, അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. പൊളിഗമി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യത്വം, പൊളിഗമിക്ക് എതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓർത്ത് വെച്ചോളാം, പൊളിഗമി കേട്ടോ, പൊളിഗമിക്ക് എതിരായിട്ട്
എതിരായിട്ട് പൊളിഗമിക്ക് എതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചൈൽഡ് മാരേജിന് എതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ചൈൽഡ് മാരേജിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുകൂടാതെ മക്കളെ നോക്ക്, ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇതേപോലെ തന്നെ വിമൻ ഹാവ് ദ റൈറ്റ് ടു ഇൻഹെറിറ്റൻസ് അല്ലേ, സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം അത് വാദിക്കുന്നുണ്ട്. അതുകൂടാതെ അദ്ദേഹം ഈ പറഞ്ഞ ഐഡൽട്ടറിക്ക് ആൻഡ് പോളിറ്റിസത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇതുപോലെ തന്നെ ബഹുദൈവ ആരാധനയ്ക്കും അതേപോലെ തന്നെ ഈ പറയുന്ന വിഗ്രഹ ആരാധനയ്ക്കും എതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബഹുദൈവ ആരാധനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മക്കളെ ഓർത്ത് വെച്ചോളാം, ഈ പറയുന്ന ഐഡൽട്ടറിക്ക് അതുപോലെ തന്നെ ഐഡൽട്ടറി അല്ലെങ്കിൽ ബഹുദൈവ ആരാധന അതുപോലെ തന്നെ പോളിതിസത്തിന് എതിരായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നുണ്ട്. മക്കളെ ഓർത്ത് വെച്ചോ, ഇതൊന്ന് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ തന്നെ, ഈ ഒരു സാധനം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് കിട്ടും. നോക്കിയോ, ഇദ്ദേഹം എന്തിനൊക്കെയാണ് അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്, അദ്ദേഹം എന്തിനൊക്കെ അഗെയിൻസ്റ്റ് ആയിരുന്നു. ഈ അഗെയിൻസ്റ്റ് ആയിട്ട് സംഭവങ്ങളാണ് ഞാൻ ഇവിടെ കൊടുത്തത് കേട്ടോ. അഗെയിൻസ്റ്റ് ആയിട്ടുള്ളത് എന്തിനൊക്കെയാണ് അദ്ദേഹം എതിർത്തത്. മക്കളെ, അദ്ദേഹം സതിക്ക് അഗെയിൻസ്റ്റ് ആയിരുന്നു, സതിയെ എതിർത്തിട്ടുണ്ടായിരുന്നു. പോളിഗമി അതുപോലെ ചൈൽഡ് മാരേജ്, ബഹുഭാര്യത്വം അതുപോലെ തന്നെ ചൈൽഡ് മാരേജ്, ശൈശവ വിവാഹം, അതിന് അദ്ദേഹം എതിരായിരുന്നു. അതേപോലെ തന്നെ ഐഡൽട്ടറി അതുപോലെ തന്നെ പോളിത്തിസം, ഈ പറഞ്ഞ വിഗ്രഹ ആരാധനയ്ക്കും ബഹുദൈവ ആരാധനയ്ക്കും അദ്ദേഹം എതിരായിരുന്നു. അപ്പൊ നോക്ക്, ഇവിടെ കാണുന്നത് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട കാര്യങ്ങളാണ് കേട്ടോ. ഇത്രയും സാധനങ്ങളാണ് എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. ഇനി നോക്കിക്കോളൂ, ഇദ്ദേഹം സപ്പോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്. എസ്റ്റാബ്ലിഷ്ഡ് ചെയ്തു, അതായത് അദ്ദേഹം കുറച്ച് സാധനങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ സ്ഥാപിച്ചത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഒന്ന് ഒരുപാട് സ്കൂളുകൾ അദ്ദേഹം സ്ഥാപിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനായ ബ്രഹ്മ സമാജ് എന്ത് ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു അല്ലേ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇങ്ങനെ പഠിച്ചാൽ മതി. നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട രാജാറാം മോഹൻ റോയിയെ കുറിച്ച് നമുക്ക് ഇതുപോലെ തന്നെ ഡീറ്റെയിലേക്ക് നമുക്കിതാ ഇങ്ങനെ നിങ്ങൾ ബൈഹാർട്ടൊന്നും ഇത് എന്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഈ സംഭവമോ നിങ്ങൾ എന്ത് ജസ്റ്റ് പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അദ്ദേഹം അഗെയിൻസ്റ്റ് ആയിട്ടത് എന്താണ്, ഹി അഗെയിൻസ്റ്റ് സതി, ഹി അഗെയിൻസ്റ്റ് പോളിഗമി ആൻഡ് ചൈൽഡ് മാരേജ് അല്ലേ, ഹി അഗെയിൻസ്റ്റ് ഐഡൽട്ടറി ആൻഡ് പോളിറ്റിസം. സിമ്പിൾ അല്ലേ, എഴുതാൻ പറ്റില്ലേ. രാജാറാം മോഹൻ റോയ് സതിക്കെതിരായിരുന്നു, രാജാറാം മോഹൻ റോയ് പോളിഗമി അല്ലെങ്കിൽ ബഹുഭാരിത്വം അതുപോലെ ശൈശവ വിവാഹത്തിനെതിരായിരുന്നു, രാജാറാം മോഹൻ റോയ് വിഗ്രഹാരാധനയ്ക്കും ബഹുദൈവ ആരാധനയ്ക്കും എതിരായിരുന്നു. ഓർത്ത് വെച്ചോ. ഇനി നോക്കി, രാജാറാം മോഹൻ റോയ് ഹി എസ്റ്റാബ്ലിഷ്ഡ് സ്കൂൾ സെവറൽ സ്കൂൾസ്, ഈ എസ്റ്റാബ്ലിഷ്ഡ് ബ്രഹ്മസമാജം അല്ലേ. രാജാറാം മോഹൻ റോയ് ആ കാലഘട്ടത്തിൽ ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു. എഴുതിക്കൂടെ, സിമ്പിളായിട്ട് എഴുതിക്കൂടെ. അപ്പോൾ ആ രീതിയിലേക്ക് എന്ത് ചെയ്യാം, പഠിക്കാട്ടോ. അല്ലാതെ എല്ലാം ബൈഹാർട്ട് ചെയ്യുന്ന പരിപാടി എന്ത് ചെയ്യുക, മാക്സിമം ഒഴിവാക്കുക. ഒന്ന് ഷോർട്ടാക്കി പഠിക്കാൻ ശ്രമിക്കാട്ടോ. സതി നിർത്തലാക്കി, അപ്പോൾ ഓർത്ത് വെച്ചോ, സതി നിർത്തലാക്കി. അതുപോലെ തന്നെ ആധുനിക വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു, ബ്രഹ്മസമാജം സ്ഥാപിച്ചു, ശൈശവ വിവാഹവും ബഹുഭാര്യത്വത്തിനെതിരെ പോരാടി, സ്ത്രീകൾക്ക് സ്വത്തവകാശം വേണമെന്ന് അദ്ദേഹം വാദിച്ചു, ബഹുദൈവാരാധനയും ഇതുപോലെ തന്നെ വിഗ്രഹാരാധനയ്ക്കും എതിരെ പോരാടിട്ടോ. ഓർത്ത് വെച്ചോളെ, ഇത്രയും സാധനങ്ങൾ. ഇത് സെറ്റല്ലേ? ഓക്കെ, റെഡി. ഇനി മക്കൾ ശ്രദ്ധിച്ചോ, അടുത്തത് രാജാറാം മോഹൻ റോയ് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഭാഗം എന്ന് പറയുന്നത് മക്കളെ ആരാണ്, പണ്ഡിത രമാബായി ആണ്. ഈ ഭാഗത്ത് എസ് എ ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും കേട്ടോ. പണ്ഡിത രമാബായിയെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അടുത്ത് പറയുന്നത് കേട്ടോ, പണ്ഡിത രമാബായിയെ കുറിച്ച്. അപ്പോൾ നോക്ക്, പണ്ഡിത രമാബായിയെ കുറിച്ച് പറയുന്ന സമയത്ത് ആകെ ഉണ്ടായിരുന്ന ഒരു ഫെമിനിയൻ പ്രസൻസുകളിൽ ഒന്നാണ് ആര്, ഈ പറയുന്ന പണ്ഡിത രമാബായി കേട്ടോ. അതായത് സ്ത്രീ സാന്നിധ്യത്തിൽ, ഈ പറയുന്ന സാമൂഹിക പരിഷ്കരണ രംഗത്തെ സ്ത്രീ സാന്നിധ്യത്തിൽ ഒരു എക്സാമ്പിൾ ആയിരുന്നു ആര്, ഈ പറയുന്ന പണ്ഡിത രമാബായി. അവർ കർണാടക സ്വദേശിയാണ്. അവർക്ക് സംസ്കൃതവും മറാത്തിയും ബംഗാളിയൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു, അറിയായിരുന്നു. അപ്പോൾ ഓർത്ത് വെച്ചോ, അവർ കർണാടകയാണ്. പക്ഷേ അവർക്ക് ഇതുപോലെ തന്നെ മെയിനായിട്ട് നിങ്ങൾ വേണ്ടത് പണ്ഡിത എന്ന് പറയുന്ന ഒരു സ്ഥാനപ്പേര് ഈ പറയുന്ന കൽക്കട്ട യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യാണ്, നൽകുകയാണ് കേട്ടോ. അവർക്ക് ആരാ നൽകുന്നത്, കൽക്കട്ട സർവകലാശാല അവർക്ക് പണ്ഡിത എന്ന് പറയുന്ന ഒരു പദവി എന്ത് ചെയ്യുന്നു, അവർക്ക് നൽകുന്നു. അതേപോലെ തന്നെ അവർ ഈ വിധവകൾക്കും പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരുപാട് സ്കൂളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷനാണ് ആര്യ മഹിളാ സമാജം. അതേപോലെ തന്നെ വിധവകൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയതാണ് ശാരദാ സദനം എന്ന് പറയുന്നത്. ആ പേര് തന്നെ ഉണ്ടല്ലോ, ശാരദ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ സ്ത്രീകൾ തൊഴിലിന് വേണ്ടിയിട്ടാണ് ഭുക്തി മിഷൻ കേട്ടോ. അപ്പോൾ ഓർത്ത് വെച്ചോളണം, അവരിതേപോലെ തന്നെ പണ്ഡിത രമാബായി മെയിനായിട്ടും ഈ എഡ്യൂക്കേഷന് വേണ്ടി ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ആര്യ മഹിളാ സമാജ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശാരദാ സദൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്തി മിഷൻസ് ജോലിക്ക് വേണ്ടി, സ്ത്രീകൾക്ക് ജോലിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്, അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓർത്ത് വെച്ചോളണം. അതേപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ബോംബെയിലുള്ള കോൺഫറൻസിനകത്ത് സമ്മേളനത്തിനകത്ത് അവർ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ ഇത്രയും പോയിന്റ്സുകളാണ് നമുക്ക് പണ്ഡിത രമാബായിയെ കുറിച്ച് എന്ത് ചെയ്യേണ്ടത്, പഠിക്കാനുള്ളത് കേട്ടോ. ഓർത്ത് വെച്ചോളം, ഇത്രയും സാധനങ്ങളാണ്. സോ മക്കളെ, ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എക്സാമിനകത്ത് ഇത് ഒരു എസ്സേ ആയിട്ട് ഓർത്ത് വെച്ചോ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണിത്. എന്തായാലും ചോദിക്കും, നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ടേ നിങ്ങൾ പോകാവൂ. രാജാറാം മോഹൻ റോയെ കുറിച്ചും പണ്ഡിത രമാബായിയെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. സോഷ്യൽ റിഫോമേഴ്സ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ചാപ്റ്ററിനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇനി നോക്കിക്കോ, അടുത്തത് എന്താണ്, നമുക്ക് ഇതുപോലെ തന്നെ ഏറ്റവും മെയിനായിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു ചോദ്യം എന്താണ്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ചോദ്യം നോക്കിക്കേ, എല്ലാവരും നോക്കിയോ, നോക്കിയോ. പ്രധാനമായിട്ട് ചോദ്യം എന്താണ്,
വാട്ട് ആർ ദ 3 ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് ദാറ്റ് എ കൺട്രി ഫേസസ് റിലേഷൻഷിപ്പ് വിത്ത് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്? ഡിസ്ക്രൈബ് എനിവൺ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് രാജ്യം അഭിമുഖീകരിക്കുന്ന 3 അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഏതെല്ലാം? ഏതെങ്കിലും ഒന്ന് വിവരിക്കുക. ഈ രീതിയിലേക്ക് ഒരു ചോദ്യം വരും. മക്കളെ, എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ നമുക്ക് മെയിനായിട്ട് 3 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സാമ്പത്തിക പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 3 പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു മക്കളെ? ഒന്ന്, ഫസ്റ്റ് വൺ വാട്ട് ടു പ്രൊഡ്യൂസ്. സെക്കൻഡ് വൺ എന്താണ്? ഹൗ ടു പ്രൊഡ്യൂസ്. തേർഡ് വൺ ഇതുപോലെ തന്നെ ഫോർ വൂം ടു പ്രൊഡ്യൂസ്. അപ്പൊ ഞാൻ ഇതേപോലെ തന്നെ ഇത് എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ്, ഫോർ വൂം ടു പ്രൊഡ്യൂസ്. എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. ഹായ്, എന്ത്, എങ്ങനെ, ആർക്കു വേണ്ടി. ഓർത്തു വെച്ചോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒന്ന് വിവരിക്കാനാണ്. ഇത് വരികയാണെങ്കിൽ ഒരു 4 മാർക്കിനാണ് ഒരു ക്വസ്റ്റ്യൻ വരിക. ഓർത്ത് വെച്ചോ, ഒരു 4 മാർക്സ്, ഒരു 4 മാർക്സിനാണ് എന്ത് ചെയ്യുക, ചോദിക്കുക. മകളെ, ഷുവർ ആണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഷുവർ ആയിട്ട് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. സോ നമുക്ക് എന്ത് ചെയ്യണം, അത് നിർബന്ധമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പഠിച്ചിട്ടേ നിങ്ങൾ എന്ത് ചെയ്യാവൂ, പോകാൻ പറ്റൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. ഈ പറയുന്ന 3 ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ പഠിച്ചേക്കാം. 3 ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക കേട്ടോ. അതാണ് നമുക്ക് അവിടെ ഉള്ളത്. ഇനി നെക്സ്റ്റ് വൺ മക്കൾ ശ്രദ്ധിച്ചോ. ഈ ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള അടുത്ത ഏറ്റവും ഷുവർ ആയിട്ടുള്ള ഒരു ചോദ്യമുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻ. നോക്കിയോ, ക്വസ്റ്റ്യൻ ഇതാണ് മക്കളെ. ഉറപ്പിച്ചു വെച്ചോ, ഈ ചോദ്യം വന്നിരിക്കും. ചോദ്യം ഇതാണ്: വിച്ച് എക്കോണമി ഡിഡ് ഇന്ത്യ അഡോപ്റ്റഡ് ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദിസ് എക്കോണമി? നോക്ക്, സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സ്വീകരിച്ച സമ്പദ് വ്യവസ്ഥ ഏത്? ഈ സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. മക്കളെ, പ്രധാനപ്പെട്ട സമ്പദ് വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ 3 ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, മിക്സഡ് എക്കോണമി. പ്രധാനമായിട്ട് വരുന്നത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥ, സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥ, അതുപോലെ മിശ്ര സമ്പദ് വ്യവസ്ഥ. ഈ 3 ഉള്ളത്. എല്ലാ ആൾക്കാർക്കും അറിയുന്നതാണ്. ഇതിൽ നമ്മളോട് ചോദിച്ചത് ഇന്ത്യ അഡോപ്റ്റ് ചെയ്തത് ഏതാണ് എന്ന് ചോദിച്ചത്. ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾസേ എല്ലാവർക്കും അറിയാം. ഇന്ത്യ ഈ പറയുന്ന 3 അല്ലേ, ഈ 3 നമുക്കുണ്ട്. അതിൽ ഒന്ന് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സെക്കൻഡ് വൺ ഇതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമി, തേർഡ് വൺ മിക്സഡ് എക്കോണമി. സോ നമ്മുടെ ഇന്ത്യ ഫോളോ ചെയ്യുന്നത് ഏതാണ്? മിക്സഡ് എക്കോണമിയാണ്. എന്താണ് മിക്സഡ് എക്കോണമി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഉണ്ടാവും, അതേപോലെ തന്നെ ആരും ഉണ്ടാവും, പ്രൈവറ്റും ഉണ്ടാവും. ഗവൺമെന്റും പ്രൈവറ്റും കൂടി ചേർന്നാണ് ഇത് ഈ സെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഓർത്ത് വെച്ചോ, ഗവൺമെന്റ് മീൻസ് പബ്ലിക് എന്നാണ് നമ്മൾ പറയാം. ഗവൺമെന്റ് മീൻസ് പബ്ലിക് അല്ലെങ്കിൽ പൊതുമേഖല എന്നൊക്കെയാണ് ഗവൺമെന്റിനെ പറയാ. അതേപോലെ തന്നെ പ്രൈവറ്റ് തന്നെ അല്ലേ, പ്രൈവറ്റ് അല്ലെങ്കിൽ സ്വകാര്യ മേഖല. ഇവർ രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, ഇതിവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. റെഡി അല്ലേ? അപ്പൊ നോക്ക്, നമുക്ക് ഇതുപോലെ തന്നെ മിക്സഡ് എക്കോണമിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. അപ്പൊ നോക്കിക്കോ, നമുക്ക് മിക്സഡ് എക്കോണമിയുമായി ബന്ധപ്പെട്ട് നോക്കണം. എന്താണ് മിക്സഡ് എക്കോണമി? സോ മിക്സഡ് എക്കോണമി ഇറ്റ്സ് കമ്പെയിൻസ് ദ ഫീച്ചേഴ്സ് ഓഫ് ക്യാപിറ്റലിസ്റ്റ് എക്കോണമി ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമി. അപ്പോൾ ഓർത്ത് വെച്ചോ, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും അതേപോലെ തന്നെ സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും, ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയുടെയും സോഷ്യലിസ്റ്റ് എക്കോണമിയുടെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ് ഇത് നമ്മുടെ മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. സോ മിക്സഡ് എക്കോണമി ഇസ് ദ കോമ്പിനേഷൻ ഓഫ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് സോഷ്യലിസ്റ്റ് എക്കോണമീസ്. ഈ 2 എക്കോണമീസിന്റെയും ഒരു കോമ്പിനേഷൻ തന്നെയാണ് മിക്സഡ് എക്കോണമി അല്ലെങ്കിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ. മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെയും അതേപോലെ സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയുടെയും ഒരു മിശ്ര രൂപമാണ് നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. മനസ്സിലാക്കി വെക്കട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സുകളൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഏറ്റവും ഷോർട്ടായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഷോർട്ടായിട്ട് അതിലൊന്ന് നോക്ക്, കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റിന്റെയും പബ്ലിക്കിന്റെയും ഒരു കോ എക്സിസ്റ്റൻസ് ആണ്, സഹവർത്തിത്വം അവിടെയുണ്ട്. സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും ഒരു സഹവർത്തിത്വം ഉണ്ട്. 2 ആൾക്കാരും അതിനകത്തുണ്ട് അല്ലേ, അത് നമുക്കറിയാം. ഇനി അടുത്ത് നോക്കിയോളൂ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ദ സോഷ്യൽ വെൽഫെയർ ബിക്കം ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് അല്ലേ. അതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി, ലാഭേച്ഛ. അത് എന്താണ്? ക്യാപിറ്റലിസത്തിന്റെ ആണ്. അതുപോലെ സാമൂഹിക ക്ഷേമം, അതുമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. സാമൂഹിക ക്ഷേമം എന്ന് പറയുന്നത് സോഷ്യലിസത്തിൻ്റെതാണ്. ഇത് രണ്ടും അതിന്റെ ലക്ഷ്യങ്ങളാണ്. എന്തൊക്കെ? ഒരേ സമയം ലാഭം ഉണ്ടാക്കുക, അപ്പൊ ക്യാപിറ്റലിസം അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ ലക്ഷ്യം. അതേപോലെ തന്നെ സാമൂഹിക ക്ഷേമം അത് ഈ സോഷ്യലിസത്തിൻ്റെത്. അപ്പൊ രണ്ടും എന്തുണ്ട്, ഇന്ത്യ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ക്യാപിറ്റലിസവും ഇതുപോലെ തന്നെ സോഷ്യലിസത്തിന്റെയും കൂടി ഒരു മിശ്ര രൂപമാണല്ലോ. അതുകൊണ്ട് രണ്ടും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നോക്ക് മക്കളെ, സാമ്പത്തിക പ്രവർത്തനത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം, അത് നിങ്ങൾക്കറിയാം, അത് ക്യാപിറ്റലിസത്തിന്റെ ഒരു ഫീച്ചറാണ്. അതായത് ഇൻഡിവിജ്വൽ ഫ്രീഡം ടു എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ഇൻ എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനത്തിനകത്ത് ഇൻഡിവിജ്വൽ ഫ്രീഡം ഉണ്ടാവുക, അതായത് ഇൻഡിവിജ്വൽസിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാവുക, ഗവൺമെന്റിനേക്കാൾ ഇൻഡിവിജ്വൽസിന് പ്രാധാന്യം ഉണ്ടാകുന്നു. അത് ക്യാപിറ്റലിസത്തിൻ്റെതാണ്, മുതലാളിത്തത്തിൻ്റെയാണ്. അത് ഇന്ത്യക്കകത്തുണ്ട്. അതേപോലെ നോക്കി, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെന്റ് സ്കീം അല്ലേ. നമുക്ക് കൃത്യമായിട്ടുള്ള ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഉണ്ടാവും. അത് ആക്ച്വലി നമുക്ക് ഈ പറയുന്ന സോഷ്യലിസത്തിലൊക്കെ മാക്സിമം ഉപയോഗിക്കുന്ന ഒരു സാധനം തന്നെയാണ്. ഗവൺമെന്റ് പദ്ധതികളിലെ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് സെൻട്രലൈസ്ഡ് പ്ലാനിംഗ്
ഉണ്ട്, അത് സോഷ്യലിസത്തിന്റെ ആണ്. അതേപോലെ തന്നെ ചില മേഖലകളിൽ സാധനങ്ങളുടെ വിലയിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണം, ഗവൺമെന്റിന്റെ കൺട്രോൾ എന്ന് പറയുന്നത് മക്കളെ, ഗവൺമെന്റ് റെഗുലേഷൻ എന്ന് പറയുന്നത് അത് സോഷ്യലിസത്തിലാണ്. അത് ഇന്ത്യക്കകത്ത് മിശ്ര രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, മിശ്ര സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. പിന്നെ നോക്ക്, ഗവൺമെന്റ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ്, ലാവിഷ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലേ. അതും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ പറഞ്ഞ സോഷ്യലിസത്തൊക്കെ വരുന്നൊരു സാധനം തന്നെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മുടെ മിശ്ര സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. ഇത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, പഠിച്ചു വെച്ചോളണം. അതാ ഓരോന്നും നിങ്ങൾ നോക്കിയോളൂ. കോ എക്സിസ്റ്റൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ, സ്വകാര്യ മേഖലയുടെയും പൊതുമേഖലയുടെയും സഹവർത്തിത്വം. അതേപോലെ തന്നെ മക്കളെ നോക്കിയോളൂ, പ്രോഫിറ്റബിലിറ്റി ആൻഡ് സോഷ്യൽ വെൽഫെയർ ബിക്കം ദ മെയിൻ ഒബ്ജക്റ്റീവ്സ്. ലാഭേച്ഛയും സാമൂഹ്യക്ഷേമവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് ആണ്, പഠിച്ചു വെച്ചോളൂ. അതേപോലെ തന്നെ മക്കൾ നോക്കിയോ, ഇൻഡിവിജ്വൽ ഫ്രീഡം ഇൻ എക്കണോമിക് ആക്ടിവിറ്റി, സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ വ്യക്തി സ്വാതന്ത്ര്യം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യക്കകത്തുള്ള മുതലാളിമാരായിട്ടുള്ള ആൾക്കാരെ നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ഗവൺമെന്റ് സ്കീം അല്ലേ, ഗവൺമെന്റ് പദ്ധതികൾ തയ്യാറാക്കുന്നതിന് സാമ്പത്തിക ആസൂത്രണമുണ്ട്. അതേപോലെ തന്നെ ഗവൺമെന്റ് റെഗുലേഷൻ ഓഫ് കമ്മോഡിറ്റീസ് പ്രൈസ് ഇൻ സർട്ടൺ സെക്ടേഴ്സ്, ചില മേഖലകളിലെ സാധനങ്ങളിൽ ഗവൺമെന്റിന്റെ നിയന്ത്രണമുണ്ട്. അതേപോലെ തന്നെ മക്കളെ ഗവൺമെന്റ് ഗീവ്സ് പ്രയോറിറ്റി ടു എസെൻഷ്യൽ ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ, അവശ്യ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഗവൺമെന്റ് പ്രാധാന്യം നൽകുന്നുണ്ട്. ഓർത്ത് വെച്ചോളം, ഇത്രയും നമുക്ക് എന്ത് ചെയ്യും, ഈ ഭാഗത്തുനിന്ന് വരും. ഇനി നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് മസ്റ്റായിട്ടും പഠിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് മറ്റൊന്നുമല്ല മക്കളെ, ചോദ്യം ഇതാണ്. റൈറ്റ് ഷോർട്ട് നോട്ട് അബൌട്ട് ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ്. മക്കളെ, ഗാന്ധിയൻ എക്കണോമിക് തോട്ട്സ് അല്ലെങ്കിൽ ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ എന്തെയാണ് നിങ്ങളോട് ചോദിക്കുകയാണ്. ഗാന്ധിയുടെ എക്കണോമിക് തോട്ട്സിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ, ഷുവറായിട്ടും ഇതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളെ കുറിച്ചിട്ടോ. പഠിച്ചു വെച്ചോളാം, ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളെ കുറിച്ച് പഠിച്ചു വെച്ചോളാം. റെഡി? നോക്ക്, എല്ലാ ആൾക്കാരും നോക്കിയോ, ഗാന്ധിയൻ സാമ്പത്തിക ചിന്തകളെ കുറിച്ച് നോക്ക്. ഇത് ശരിക്കും പഠിക്കണമെങ്കിൽ ഗാന്ധിജിയുടെ ലൈഫ് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഗാന്ധിയുടെ ലൈഫ് സിമ്പിൾ ലൈഫാണ്. അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹമാണ് ചെയ്തത്. സ്വന്തമായി വസ്ത്രം അദ്ദേഹം നോറ്റു. അതുപോലെ തന്നെ കൃഷി സ്വന്തമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാം അദ്ദേഹം സ്വന്തമാണ് ചെയ്തത് അല്ലേ. സെൽഫ് സഫിഷ്യൻസി അദ്ദേഹം മാക്സിമം കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ലൈഫിനകത്ത് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഒരു കാര്യങ്ങൾക്കകത്തും വരുന്നത് കേട്ടോ, എക്കണോമിക് തോട്ട്സിനകത്ത്. നോക്കിയോ, ഗാന്ധിജി എൻവിഷൻഡ് ആൻ എക്കോണമി ബേസ്ഡ് സെൽഫ് സഫിഷ്യൻസി ആൻഡ് ഡീസെൻട്രലൈസേഷൻ. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ഗാന്ധിജി സ്വയം പര്യാപ്തതയ്ക്കും വികേന്ദ്രീകരണത്തിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഇതുപോലെ തന്നെ വിഭാവനം ചെയ്തത്. അപ്പോൾ അദ്ദേഹം സെൽഫ് സഫിഷ്യൻസി ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് അല്ലേ, സെൽഫ് സഫിഷ്യൻസി ചെയ്തിട്ടുണ്ട്. ഇനി നോക്ക്, ഗാന്ധിജി ഇതുപോലെ തന്നെ ഇന്ത്യയിൽ വന്ന സമയത്ത് ആദ്യമായിട്ട്, അതായത് ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന സമയത്ത്, തിരിച്ചു വന്ന സമയത്ത് അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് ഇടപെടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു പറയുന്നത്, നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യാണ്, ആദ്യം ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്ക് പോകൂ. അങ്ങനെ ഗ്രാമങ്ങൾ സന്ദർശിക്കുന്നു. അപ്പോൾ ഗാന്ധിജി ആദ്യം തന്നെ പറഞ്ഞത്, ഇന്ത്യയുടെ ആത്മാവ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സോൾ എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലാണ്. അപ്പോൾ ഗ്രാമങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത ആളാണ് ഗാന്ധിജി. അപ്പോൾ അതും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എക്കണോമിക് തോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. നോക്കിയോ, റൂറൽ ഇൻഡസ്ട്രി നീഡ് ടു നേർച്ചർഡ് ഇൻക്രീസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ലോക്കലി. അപ്പോൾ നോക്കൂ, റൂറൽ ഇൻഡസ്ട്രീസിന്റെ അല്ലെങ്കിൽ പ്രാദേശികമായ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാൻ ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗ്രാമീണ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ നോക്കിയോ, ഗാന്ധിജിയുടെ ലൈഫ് തന്നെ ആലോചിച്ച് നോക്കുമ്പോൾ, ഗാന്ധിജിയുടെ ലൈഫ് നോക്കുക. ഗാന്ധിജിയുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ സെൽഫ് സഫിഷ്യൻ്റ് ആണ്. ഗാന്ധിജി എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസി ഇതുപോലെ തന്നെ ആഗ്രഹിച്ച വ്യക്തിയാണ് ഗാന്ധിജി. അപ്പോൾ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആയിരുന്നു ഗാന്ധിജി. അതേപോലെ തന്നെ ഗാന്ധിജി എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക, ഇതുപോലെ തന്നെ ഗ്രാമങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കിയോ, റൂറൽ ഇൻഡസ്ട്രീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അല്ലെങ്കിൽ ഗ്രാമീണ വ്യവസായങ്ങൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഗാന്ധിജി പറയുന്നുണ്ട്. തേർഡ് വൺ നോക്ക്, എക്സ്പാൻഡ് ലോക്കൽ മാർക്കറ്റ്സ് ഫോർ ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അപ്പോൾ നോക്ക്, മാർക്കറ്റിംഗ് ലോക്കലി പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ്. അത് ശ്രദ്ധിക്കുക, പ്രാദേശികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ വിപണനത്തിനായി പ്രാദേശിക വിപണികൾ വിപുലീകരിക്കണമെന്ന് ആരാവശ്യപ്പെടുന്നുണ്ട്, ഗാന്ധിജി പറയുന്നുണ്ട്. പ്രാദേശിക വിപണികൾ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഗ്രാമങ്ങളാണ്. അപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള വിപണികൾ ഉണ്ടാവും. അപ്പോൾ നോക്ക്, ലോക്കൽ മാർക്കറ്റിന് നിങ്ങൾക്കറിയാലോ, ഗാന്ധിജി എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ലോക്കലായി നടന്ന ഒരു വ്യക്തിയാണ് അല്ലേ. അതായത് സാധാരണക്കാരൻ്റെ ഒരു ലോക്കലായിട്ട് നടന്ന ആളാണ്, വലിയ ആളാന്നുള്ള ഒരു ഗമിയൊന്നും ഗാന്ധിജിക്ക്, പക്ക ലോക്കലായി നടന്ന ഒരാളാണ് ഗാന്ധിജി. അപ്പോൾ ലോക്കൽ മാർക്കറ്റ്സിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് വൺ നോക്ക്, എക്കണോമിക് ഇനീക്വാലിറ്റി ഷുഡ് ബി അലിവിയേറ്റഡ് ടു എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് അല്ലേ. അദ്ദേഹം ഇതേപോലെ തന്നെ പറയുന്ന സാധനമാണ്, സാമൂഹിക നീതി ഉറപ്പാക്കാൻ സാമ്പത്തിക അസമത്വം ലഘൂകരിക്കണം. അപ്പോൾ നോക്കണേ, സാമൂഹിക നീതിക്ക് അദ്ദേഹം ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം സാമ്പത്തിക അസമത്വം ലഘൂകരിക്കാൻ സാമൂഹിക നീതിക്ക് എന്ത് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. എൻഷുർ സോഷ്യൽ ജസ്റ്റിസ് അല്ലേ, ഈ പറഞ്ഞ സോഷ്യൽ ജസ്റ്റിസിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ ജസ്റ്റിസിന് അതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ ഗാന്ധിജി. അങ്ങനെ ഈ വേർതിരിവ് സാധനങ്ങളുമില്ല, എല്ലാ ആൾക്കാരും അദ്ദേഹം എന്തുണ്ട്, ഒരേപോലെ തന്നെ അദ്ദേഹം കൊണ്ടുപോകുന്നത് അല്ലേ. സ്ത്രീകളായാലും പുരുഷന്മാരായാലും ചെറിയ കുട്ടികളെ ആയാലും പോലെ എല്ലാ ആൾക്കാരെയും ഒരേപോലെയാണ് ഗാന്ധിജി ആണത്. അപ്പോൾ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഉള്ള വ്യക്തിയാണ് ഗാന്ധിജി. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഗാന്ധിജിയുടെ എക്കണോമിക് തോട്ട്സ് പഠിക്കാൻ
നിങ്ങൾ ഇതുപോലെ തന്നെ ബൈഹാർട്ടോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ജസ്റ്റ് ഗാന്ധിജിയുടെ ഒരു 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 ക്യാരക്ടർ ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇതേപോലെ തന്നെ സ്വയം പര്യാപ്തതയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത വ്യക്തിയാണ്. സ്വയം പര്യാപ്തതയ്ക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. കാരണം അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങളൊക്കെ സ്വന്തം നിർമ്മിച്ച ആളാണ്. റൂറൽ ഇൻഡസ്ട്രീസിന് അല്ലെങ്കിൽ ഗ്രാമീണ വ്യവസായങ്ങൾക്ക് അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തു. ഈ പറയുന്ന ഗ്രാമീണ വ്യവസായങ്ങൾ ഇന്ത്യയുടെ പ്രധാനപ്പെട്ടിട്ടുള്ള ആത്മാവ് എന്ന് പറഞ്ഞാൽ ഗ്രാമങ്ങളിലാണെന്നാണ് അദ്ദേഹം ഇതുപോലെ തന്നെ ചെയ്ത് പറഞ്ഞത്. അതേപോലെ തന്നെ ലോക്കൽ മാർക്കറ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. പ്രാദേശിക വിപണികൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. പ്രാദേശിക വിപണികൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഈ പറയുന്ന സാമൂഹിക നീതിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഇത് ലഭ്യമാകാൻ വേണ്ടി, അത് നടപ്പാൻ വേണ്ടി കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഓർത്തു വെച്ചോ. സോ ഇത്രയും ഓർത്താൽ മതി. അപ്പൊ ഗാന്ധിജിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആലോചിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകളെക്കുറിച്ച് അല്ലെങ്കിൽ എക്കണോമിക് തോട്ട്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈ ഒരു സാധനം ഇത്രയേ വരുന്നുള്ളൂ, ഇത്ര സാധനമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സെറ്റാണോ? റെഡിയാണോ മക്കളെ? റെഡിയാണോ? സോ ഇത്രയാണ്. അപ്പോൾ മക്കൾ ശ്രദ്ധിക്കുക, ഈ രീതിയിലേക്ക് നിങ്ങൾക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ ക്ലാസ്സിനകത്തൊക്കെ തന്നെ വളരെ ഷോർട്ടാക്കാൻ, മാക്സിമം എത്രത്തോളം ഷോർട്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത്രയും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. സോ ഇത്തരത്തിലേക്ക് നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആകുന്ന രീതിയിലേക്കാണ് നമ്മുടെ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്, മറ്റൊന്നിലേക്കുമല്ല. അടുത്ത വർഷം നിങ്ങൾക്ക് കളർഫുൾ ആക്കാൻ, നിങ്ങളുടെ ലൈഫ് കളർഫുൾ ആക്കാൻ വേണ്ടിയിട്ടാണ് സൈലത്തിൻ്റെ നിഞ്ച ബാച്ച് ഒരുങ്ങിയിട്ടുള്ളത്. സോ 8ാം ക്ലാസ്സിലെ മക്കളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് വലിയൊരു ഓഫറാണ് നിഞ്ച ഇതുപോലെ തന്നെ നൽകുന്നത്. ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10% ഓഫറുകളുണ്ട്. ഇതൊരു 10% ഓഫറാണ്. സോ നിങ്ങൾക്ക് ഒരുപാട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇതേപോലെ തന്നെ ഭയങ്കര ചീപ്പ് റേറ്റിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠിക്കാം. മറ്റ് പല തരത്തിലേക്കുള്ള ഒരുപാട് ഫീച്ചേഴ്സുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. സോ അതൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോസ് ഒക്കെ എന്ത് ചെയ്യും, വരും. സോ ഇത്രയുമാണ് പറയാനുള്ളത്. സോ മക്കൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളെ കമൻറ്റുകൾ രേഖപ്പെടുത്തണം. കൂടാതെ നിങ്ങൾക്ക് ഇനി എങ്ങനെയുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതിൻ്റെ താഴെ ഒന്ന് ടൈപ്പ് ചെയ്യുക. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ പേര് മറക്കണ്ട, ജിതിൻ സാറാണ്, GC സാറാണ്. സോ ഓൾ ദി ബെസ്റ്റ് മക്കളെ, ഓൾ ദി ബെസ്റ്റ്. ബൈ. കാണാം കേട്ടോ, കാണാം. ബൈ.